എൻ്റെ സിനിമകളെല്ലാം ഇപ്പം ന്യൂജൻ ടീമിൻ്റെ കൂടെയാണ് കൂടുതലുള്ളത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അവരുടെ ഒരു വൈബ് കിട്ടുന്നുണ്ടാവാം, ഞാനും അവരിൽ ഒരാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിൽക്കുന്ന 5 പേരും ഭാവിയിലെ സൂപ്പർ സ്റ്റാർസാണ്. സീരിയസ്ലി ഉഗ്രൻ ആക്ടേഴ്സാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറി ഒന്നും പറയില്ലായിരുന്നു, അവരെ വിഷമിപ്പിക്കണ്ടല്ലോ അല്ലെങ്കിൽ. പക്ഷെ ഇവർ 4 പേരും ഉഗ്രൻ ആക്ടേഴ്സാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ നോക്കിക്കണ്ട ഇവിടെ കാണുന്ന പിള്ളേരെ അല്ല, അവിടെ ഞാൻ സ്ട്രിക്റ്റ് ആണ്, സംഭവം ശരിയാണ്, അവിടെ ഇതാണ്. പക്ഷെ ഒരു ജെല്ലായിരുന്നു, നമ്മൾ ഭയങ്കര കമ്പനി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറയുമായിരുന്നു, എനിക്ക് സിനിമയിൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ മക്കൾ ആൺപിള്ളേരാണ്. ഈ സിനിമയിലാണ് എനിക്കൊരു മോളെ കിട്ടിയത്. അതായത് സിനിമയിൽ മോള്, ബാക്കിയെല്ലാം ആൺപിള്ളേരാ കിട്ടിയിരിക്കുന്നത്. നമ്മള് ഫാലിമയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 2 ആൺകുട്ടികളാണ്, ഹോം എടുത്തു നോക്കുകയാണെങ്കിൽ 2 കറക്റ്റ് ആണ് ചേച്ചി, ബോയ് ഹോം ആണ് എല്ലാം. ഇപ്പൊ മലയാളി ഫ്രം ഇന്ത്യയില് നിവിനായിരുന്നു, അതിലൊരു മോളുണ്ട്, പക്ഷെ അവർക്ക് ഇമ്പോർട്ടൻസ് കുറവാണ്, നിവിനായിരുന്നു. അപ്പം ഇതിലാണ് എനിക്ക് മോള് ഇതായിട്ട് കിട്ടിയത്. പിന്നെ പിള്ളേരും ക്രൂവിൻ്റെ മൊത്തത്തിൽ ഞാനൊരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഇതായിരുന്നു, സെറ്റായിരുന്നു. അടിനാശം വെള്ളപ്പൊക്കം, രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ എനിക്ക് അവിടെ കാണാൻ പറ്റി. ടീം, നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടീം. ഡയറക്ഷൻ സൈഡ് ഷഹദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഷഹദ് 2 സിനിമ ഡയറക്റ്റ് ചെയ്തില്ലേ? 2 സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് ഷഹദ്. ഇവിടെ ഒരു അസോസിയേറ്റ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ ഷഹദിൻ്റെ മനസ്സ് നമ്മൾ കാണണം. 2 സിനിമ ചെയ്ത ആൾക്ക് വേണമെങ്കിൽ ഇല്ല ഞാൻ ഡയറക്ടറാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗാദറിങ്. അപ്പോൾ അത് ഷഹദിൻ്റെ മനസ്സാണ്. ഹോൾ ക്രൂ, അസോസിയേറ്റ്സ് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഇവിടെയുള്ള ടെക്നിക്കൽ സൈഡ്, ഐ മീൻ മ്യൂസിക്കൽ സൈഡൊന്നും എനിക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? പരിചയപ്പെട്ടില്ല. നമ്മുടെ ക്യാമറമാൻ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഷൈൻ മാഫിയ. ഓക്കെ, എനിക്കിതിലെ ആകെയുള്ള സന്തോഷം എന്താണെന്നറിയോ? മെയിൻ സന്തോഷം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനെ ഒന്ന് കാണാൻ പറ്റി. സെറ്റില് ഈ മനുഷ്യൻ വന്നിട്ടില്ലല്ലോ, അന്ന് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. എനിക്ക് കാണാൻ പറ്റി, അതിൻ്റെ സന്തോഷമുണ്ട്. പ്രൊഡ്യൂസർ വന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അശോകേട്ടനുണ്ട്, ഇവിടെ വരാത്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ബൈജുവേട്ടനുണ്ട്, ബാബുചേട്ടനുണ്ട്, ജോൺ വിജയ് സാറുണ്ട്, പ്രേംകുമാർ ഏട്ടനുണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ ആർട്ടിസ്റ്റുള്ളൊരു ഫൺ മൂവിയാണ്, വളരെ രസകരമായിട്ടുള്ളൊരു മൂവിയാണ്. ഈ പറയുന്ന പോലെ അതിനകത്ത് കയറി അതിൻ്റെ ഉദാത്തമായ സ്ഥലം നോക്കാതെ നിങ്ങൾക്ക് ആ ടൈം പെട്ടെന്ന് കഴിയുന്നുണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കുക. ഉറപ്പ് തരുന്നു, 2 മണിക്കൂറോ എത്രയുണ്ട്, 2:10 2:20 ഈ 2 മണിക്കൂർ 20 മിനിറ്റ് ഈസി ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ഇപ്പം എല്ലാവരും കയറുന്നതും അങ്ങനെ തന്നെയാണ്. ഹെക്റ്റിക് ലൈഫിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. അത് ഈ സിനിമ ബെസ്റ്റാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി.